പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ എസ് ഐ ശ്രീകാന്തിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നു. ശ്രീകാന്ത് ആണെങ്കിൽ എസ് ഐ കണ്ട ഉടനെ താഴേക്ക് പോകുന്നുണ്ട്. മുത്തശ്ശി ആരാണെന്ന് ഇങ്ങനെ താഴേക്ക് എത്തി നോക്കുന്നു. എസ് ഐ കാണുമ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന മുത്തശ്ശിയെ കണ്ടിട്ട് ദീപ്തി ചോദിക്കുക, എന്താ മുത്തശ്ശി, എന്താ പറ്റിയത്, ആരാ വന്നത്? അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, നിന്റെ ചേട്ടൻ എല്ലാ വഴികളും പ്രയോഗിച്ചു നോക്കുക. ശങ്കരനും പത്മവും വരുന്നതിന് മുൻപ് വേദയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാനാ നിന്റെ ചേട്ടന്റെ ഉദ്ദേശം. അപ്പോൾ എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാലോ, പക്ഷേ പൂർണ്ണ മനസ്സോടെ ഒരിക്കലും വേദയെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ദൈവത്തെ കൊണ്ട് സത്യം ചെയ്തിട്ട് മുത്തശ്ശി താഴേക്ക് പോകുന്നു. അങ്ങനെ ശ്രീകാന്ത് ആണെങ്കിൽ എസ്ഐയോട് ചോദിക്കുക, നമ്മുടെ എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വഴികളും നമ്മൾ പ്രയോഗിച്ചു നോക്കി, ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നിങ്ങനെ എസ്ഐയോട് ചോദിക്കുമ്പോൾ എസ്ഐ പറയുകയാണ്, അവനെ നമ്മൾ ചെറുതായി കണ്ടു, അവൻ ഒറ്റയ്ക്ക് നിന്നാലും കൂട്ടത്തോടെ നിന്നാലും അവന് ഒരേ പവറാണ്. പിന്നെ അവന് പിന്തുണയായി നിൽക്കുന്നത് ആരാന്നറിയാലോ, ആ ശ്രീകാര്യ ശ്രീനിവാസൻ. അയാൾ പണ്ട് ഇവിടുത്തെ ഒരു ഗുണ്ടയായിരുന്നു. തിരുവനന്തപുരത്തിന്റെ ഒറ്റ വാക്ക് അത് ശ്രീകാര്യം ശ്രീനിവാസനായിരുന്നു. ഒറ്റയ്ക്കുള്ള പണി നിർത്തി പിന്നെ ആളുകളെ വെച്ചുള്ള പണി തുടങ്ങിയപ്പോഴാണ് ഈ ഉന്നതരെല്ലാം കൂടി എടുത്തു വെച്ച് കൊടുത്തതാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം. അതുകൊണ്ട് നമുക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ശ്രീകാന്ത് പറയാണ്, അത് പിന്നെ അറിയാതിരിക്കൂ, എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണല്ലോ ശ്രീനിവാസൻ. ഈ ഇലക്ഷന് അതുകൊണ്ടാണല്ലോ ഒരു സീറ്റ് കിട്ടിയത്, ഉറപ്പായിട്ടും അയാൾ ജയിച്ചിരിക്കും. അപ്പോൾ എസ് ഐ പറയാണ്, ജയിക്കാൻ വോട്ട് കിട്ടിയില്ലെങ്കിലും തല്ലിയാണെങ്കിലും വോട്ട് ചെയ്യിപ്പിച്ചിരിക്കും, അതാണ് ശ്രീനിവാസന്റെ പവർ. അപ്പോൾ എസ് ഐ ചോദിക്കുക, അല്ല സാർ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ശ്രീകാന്ത് പറയാം, അത് പിന്നെ PPPയുടെ മുൻ പ്രസിഡന്റ് ആയിരുന്നല്ലോ ഈ സജീന്ദ്രന് ഇപ്പോൾ ആ പാർട്ടിയിൽ വലിയ പിന്തുണയില്ലെന്നാ കേട്ടത്. പക്ഷേ ഈ ജില്ലാ നേതൃത്വം പിന്തുണയ്ക്കുന്നത് സജീന്ദ്രനെ. ഈ ഉണ്ണിസാറ് വിചാരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ശ്രീനിവാസന്റെ പേര് ഈ ഇലക്ഷനിലേക്ക് വന്നത്. അപ്പോൾ നമുക്ക് ഒന്ന് കളിച്ചാലോ? ശ്രീകാര്യം ശ്രീനിവാസൻ വിക്രമിനെ വെച്ച് സജീന്ദ്രനെ ഉപദ്രവിച്ചാൽ എല്ലാം മാറി മറിയില്ലേ, ഒരു വെടിക്ക് രണ്ട് പക്ഷി. പക്ഷേ നമ്മൾ രണ്ടുപേരും ഇറങ്ങി കളിക്കരുത്. വേറെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് താൻ നന്നായിട്ടൊന്ന് ആലോചിക്കാൻ പറയുമ്പോൾ എസ് ഐ ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് വിക്രമാണെങ്കിൽ വിശ്വത്തിനെ അന്വേഷിച്ച് ഓഫീസിലേക്ക് വരുന്നു. അപ്പോൾ HR വന്നിട്ട്, അല്ല നിങ്ങളാരാ, അയാളെ പറ്റി ചോദിക്കാൻ നിങ്ങളാരാ, ബന്ധുക്കാരും വല്ലതും ആണെങ്കിൽ അയാളോട് പറയാനുള്ളത് നിങ്ങളെ വിളിക്കാനാ. ഇത് കേട്ടിട്ട് വിക്രം പറയാം, അതൊന്നുമല്ല, അയാളുടെ ഒരു റെസ്യൂം ഞങ്ങൾക്ക് കിട്ടിയിരുന്നു, അപ്പോൾ ഞങ്ങൾ അയാളെ പറ്റി ഒന്ന് അന്വേഷിക്കാനായിട്ട് വന്നതാ. എന്താ സാർ, അയാൾ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നില്ലേ? ഇത് കേട്ടിട്ട് ആ HR പറയുകയാണ്, എന്ത് പറയാനാ, ജോയിൻ ചെയ്ത അന്ന് ഉച്ചയ്ക്ക് തുടങ്ങിയ ഉറക്കമാ, എന്നും ഓഫീസിൽ വന്ന് ഉറങ്ങുമ്പോൾ എങ്കിൽ പിന്നെ വീട്ടിലിരുന്നാൽ പോരെ എന്ന് ചോദിച്ചതിന് ശേഷം പിന്നെ ഈ ഓഫീസിലേക്ക് കണ്ടിട്ടേ ഇല്ല. കമ്പനി വേണ്ടാത്ത ആളെ എന്തിനാ ഈ ഓഫീസിൽ വെച്ചോണ്ടിരിക്കുന്നത്? ടെർമിനേഷൻ ലെറ്റർ അടിച്ചു വെച്ചിരിക്കുക, 2 ദിവസം കൂടി കണ്ടില്ലേലേ അത് നേരെ വീട്ടിലേക്ക് അയക്കും. ഇതെല്ലാം കേട്ടിട്ട് വിക്രം പുറത്തേക്ക് വന്നിട്ട് വേദയെ വിളിച്ചിട്ട്, നീ പറഞ്ഞ പോലെ ഞാൻ വിശ്വേട്ടൻ്റെ ഓഫീസിലേക്ക് വന്നിരുന്നു, ഞാൻ അവിടുത്തെ HR കണ്ടു. അപ്പോൾ വേദ ചോദിക്കാം, അല്ല വിശ്വേട്ടനെ കണ്ടില്ലേ? വിക്രം പറയാം, അതിന് വിശ്വേട്ടൻ ഓഫീസിലുണ്ടെങ്കിലേ തന്നെയല്ലേ ഇങ്ങോട്ട് വരാറില്ലെന്നാ അവര് പറഞ്ഞത്, ഇവിടെ കണ്ടിട്ട് തന്നെ കുറേ ദിവസമായെന്ന്. അങ്ങനെ വിക്രം നടന്നതെല്ലാം വേദയോട് പറയുമ്പോൾ വേദ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വിക്രം പറയുകയാണ്, ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ, സുധാകരൻ മാഷിന്റെ മക്കളെ നീ വിചാരിച്ചത് കൊണ്ട് മാത്രം നേരെയാക്കാൻ പറ്റില്ല, ഒരിക്കലും അത് നേരെയാവാനും പോകുന്നില്ല. സുധാകരൻ മാഷിന്റെ മക്കൾക്ക് വിധിക്കപ്പെട്ട ഒരു വഴിയുണ്ട്, അതിലേ അവര് പോകൂ. അതുകൊണ്ട് നീ ഇങ്ങനെ ഞങ്ങളെ നേരെയാക്കാൻ നിൽക്കാതെ നേരെ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇത് കേട്ട് കഴിയുമ്പോൾ വേദ പറയാം, അല്ല ഒരു നിമിഷം, നിങ്ങൾ പറഞ്ഞല്ലോ സുധാകരൻ മാഷിന്റെ മക്കൾക്ക് തീരുമാനിക്കപ്പെട്ട വഴിയുണ്ടെന്ന്, അതെന്താ മാഷ് വഴി തെളിച്ച് തന്നതാണോ? പിന്നെ നിങ്ങൾ സുധാകരൻ മാഷിന്റെ മാത്രം മക്കളല്ല, നിങ്ങളെ പ്രസവിച്ച് ഇത്രയും വലുതാക്കിയ ഒരു അമ്മ കൂടിയുണ്ട്. ആ അമ്മയുടെ കണ്ണീരിന് വില വെക്കാതെ അച്ഛനോടുള്ള ദേഷ്യവും വൈരാഗ്യവും കാണിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കിയിട്ട് അതിനിങ്ങനെ ആദർശം പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. മനസാക്ഷിയുള്ള മക്കൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അത്. പിന്നെ അച്ഛൻ്റെ മുന്നിൽ ജയിച്ചു കാണാൻ അച്ഛനെ തോൽപ്പിക്കേണ്ട കാര്യമില്ല വിക്രം. ജീവിതം എന്ന് വെച്ചാൽ ഒരുമിച്ച് ജീവിക്കുകയും ഒരുമിച്ച് ജയിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നു. വിക്രം ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഈ വേദ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് നന്ദിനി കുറുക്കാശിന്റെ കാര്യം വേദ അറിഞ്ഞ കാര്യം വിനയം വരുമ്പോൾ പറയുന്നു, ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് രണ്ടുപേരും. ഇനി ഈ കാര്യങ്ങളെല്ലാം വേദ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലുള്ള അവസ്ഥ, നമ്മുടെ കല്യാണത്തിന് ലോൺ എടുത്തത് ഇപ്പോഴും ഒരുപാട് പലിശയായി കിടക്കുക. ഇനി ഈ പണം എങ്ങാനും ചോദിച്ചാൽ കൊടുക്കാതിരിക്കാൻ പറ്റൂ? വേദ നമ്മളെ ചതിക്കൂ എന്ന് രണ്ടുപേരും സംസാരിച്ചിട്ട് പെട്ടെന്ന് നന്ദിനി പറയുകയാണ്, അങ്ങനെ എങ്ങാനും സംഭവിച്ച അവള് സത്യം ചെയ്തിരിക്കുന്നത് ഉമാ മഹേശ്വരിയെ കൊണ്ടാ, അതെങ്ങാനും തെറ്റിച്ചാൽ അവളുടെ താലി ഞാൻ പൊട്ടിച്ചെറിയും, എന്നിട്ട് അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറക്കി വിടും. അപ്പോൾ വിനയം പറയാം, നീ കൂടുതലൊന്നും സംസാരിക്കേണ്ട, എന്തായാലും വേദ നിന്നെ പോലെ അല്ലാത്തതുകൊണ്ട് പുറത്ത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേദ എല്ലാം മനസ്സിൽ തന്നെ വെച്ചിരിക്കും, അങ്ങനെ വിശ്വസിക്കാം. ഈശ്വര, ഈ കുറുക്കാശിന്റെ കാര്യം ആരും ഒന്നും അറിയല്ലേ എന്നിങ്ങനെ വിനയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അടുത്തതായിട്ട് കാണിക്കുന്നത് വിശ്വം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നു. കുറച്ച് നേരത്തെയാണ് എത്തുന്നത്. അല്ല വിശ്വേട്ടൻ ഇന്ന് നേരത്തെ എത്തിയെന്ന് ശ്രീജയത്തെ ചോദിച്ചിട്ട് ചായ ഇട്ട് തരാം എന്ന് പറഞ്ഞ് അകത്തേക്ക് ചെല്ലുന്നു.
അപ്പോൾ വേദ ചോദിക്കുക, അല്ല വിശ്വേട്ടന് ഇത് നേരത്തെ വന്നോ അതോ കണക്കുകൂട്ടൽ തെറ്റിപ്പോയതാണോ? കേട്ടോ അമ്മേ, ഈ വിശ്വേട്ടൻ അവിടെ നല്ല ജോലിയാ. ചായ കുടിക്കേണ്ട സമയത്ത് ഫുഡ് കഴിക്കാം, അങ്ങനെ ഒരുപാട് സമയം ഫ്രീ ടൈം കിട്ടും. ഈ സമയത്ത് ബീച്ചിൽ പോവാം, പിന്നെ കാറ്റ് കൊള്ളാം, അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട്. അമ്മ, മോൾ എന്തോ മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ വേദ പറയാം, അത് പിന്നെ എന്തായാലും വിശ്വേട്ടൻ തന്നെ പറയട്ടെ, ഞാനല്ലോ പറയേണ്ടത്. ഇതൊക്കെ കേട്ടിട്ട് നന്ദിനി പറയാം, നീ ആരോടാടി ഈ ചോദ്യം ചോദിക്കുന്നത്? നീ ഈ വീട്ടിൽ മരുമകളായിട്ടില്ല. 2 നേരം ഫുഡും ഒരു മൂലയിൽ കിടക്കാനുള്ള അനുവാദം മാത്രമേ അച്ഛൻ തന്നിട്ടുള്ളൂ. അതൊക്കെ നിനക്ക് അറിയാവുന്നതല്ലേ? നീ ഇവിടുത്തെ മൂത്ത ചേട്ടനോട് ചോദ്യം ചോദിക്കുന്നു. ഇളയ മരുമകളാണെന്നുള്ള അവകാശത്തിലാണോ നീ ചോദ്യം ചോദിക്കുന്നത്? എങ്കിലേ അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി നീ എന്നെ പറ്റിയും മോശമൊക്കെ പറയുമല്ലോ. അപ്പോൾ വിനയം മനസ്സിൽ പറയാം, ഇവളെല്ലാം കുളമാക്കും. അല്ല, വേദ പറയാം, വിശ്വേട്ടൻ തന്നെ എല്ലാം തുറന്നു പറയുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ എല്ലാവരും എല്ലാം അറിയും. അപ്പോൾ ഇപ്പോൾ തന്നെ വിശ്വേട്ടൻ പറയുന്നതല്ലേ നല്ലത്. അപ്പോൾ പെട്ടെന്ന് നന്ദിനി ദേഷ്യപ്പെടുമ്പോൾ വിനയം പറയാം, നീ മിണ്ടാതിരിക്ക്. അല്ല വിശ്വേട്ടാ, എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ പെട്ടെന്ന് വിശ്വം പറയാണ്, ഒന്നുമില്ല, അവിടെ മാനേജറാണ് AC മുറിയിൽ ഇരുന്ന് ഇങ്ങനെ ഓർഡർ ഇട്ടാൽ പോലെ. ഈ പാവപ്പെട്ട തൊഴിലാളികളെ കൊണ്ട് ചൂടത്തും മഴയത്തും എല്ലാം ജോലി ചെയ്യിപ്പിക്കേണ്ടത് ഞാനല്ലേ. ഈ ചൂടത്ത് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നത് കാണുമ്പോഴേ എനിക്ക് പേടിയാവും. അതുകൊണ്ട് ഞാൻ ഈ ജോലി അങ്ങ് ഉപേക്ഷിച്ചു. ഇത് കേൾക്കുമ്പോൾ ശ്രീജ ഒന്ന് ഞെട്ടുന്നു. ശ്രീജയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. വിനയം ചോദിക്കും, ഓ, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് കണ്ടിട്ട് വിശ്വേട്ടന് സഹിക്കാൻ വയ്യല്ലേ? അങ്ങനെ വിശ്വേട്ടൻ ജോലി ഉപേക്ഷിച്ചു. അമ്മ പറയാ, ആ ജോലി ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല, ജോലി ചെയ്യിപ്പിച്ച നിനക്കാണല്ലേ പ്രശ്നം. അതുകൊണ്ട് നീ ജോലി ഉപേക്ഷിച്ചു. അങ്ങനെ വിശ്വം ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ശ്രീജയെടുത്ത് പറയാം, മതി നിർത്ത്. നിങ്ങളെ വിശ്വസിച്ച് എന്നെ വേണം പറയാൻ. ഞാൻ എൻ്റെ വീട്ടിലും എല്ലായിടത്തും വിളിച്ചു പറഞ്ഞു നിങ്ങൾ നന്നായെന്ന്. വേറെ നമ്മുടെ അവസ്ഥ കണ്ടിട്ടാ നിങ്ങൾക്ക് ഈ ജോലി മേടിച്ചു തന്നത്. എന്നിട്ട് അത് പൊന്നെ പോലെ കൈ കൊണ്ട് നടക്കാനുള്ളതിന് അത് ഉപേക്ഷിച്ചിട്ട് വന്നിരിക്കുന്നു. നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിങ്ങൾ ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് പറഞ്ഞ് വിശ്വസിച്ചിരുന്ന ഞാനൊരു മണ്ടി. നിങ്ങൾ ജോലിക്ക് പോയപ്പോൾ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? എൻ്റെ മകളോടൊത്തുള്ള സന്തോഷകരമായ ജീവിതം എല്ലാം നിങ്ങൾ കൊണ്ടുപോയി തുലച്ചു കളഞ്ഞില്ലേ? നിങ്ങൾ ഇനി എന്നാ നന്നാവാൻ പോകുന്നത്? അപ്പോൾ പെട്ടെന്ന് വിശ്വം പറയാം, നീ ഇത്ര ചൂടാവേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയും രാവിലെ തൊട്ട് വൈകിട്ട് വരെ വെറുതെ ഇരിക്കുന്ന ഒരു ജോലി കണ്ടുപിടിച്ചാൽ പോരെ? അപ്പോൾ ശ്രീജ പറയുകയാണ്, എന്ത് കണ്ടുപിടിക്കാൻ? അത് നിങ്ങൾ എന്നൂടെ ചെയ്യുന്നുണ്ടല്ലോ. ഇനി ചെന്ന് ആ തൂണിൻ്റെ സൈഡിൽ ചെന്ന് ഇരിക്കുക. 3 നേരം കഴിച്ചിട്ട് ആ തൂണിൻ്റെ സൈഡിൽ തന്നെ ഇരുന്നാൽ പോരെ? എന്നും ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീജ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കസേരയിൽ നിന്ന് കരയുന്നു. വേദ ശ്രീജയെടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ പറയാണ്, മാഷ് പറഞ്ഞിട്ടുണ്ട് ഇവന്മാരാരും നന്നാവില്ലെന്ന്. അതുപോലെ തന്നെ എല്ലാ മാതാപിതാക്കളെ പോലെ ഞങ്ങളും ആഗ്രഹിച്ചു ഒരു കല്യാണം കഴിച്ചാൽ ഇവൻ നന്നാവുമെന്ന്. പക്ഷെ അത് നടന്നില്ല. അതൊരു പെൺകുട്ടിയുടെ കൂടെ ജീവിതം ഇല്ലാതാക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയില്ല. ഇത്രയും പറഞ്ഞ അമ്മയും ശ്രീജയുടെയും പൊട്ടിക്കരയാണ്. വേദ വിശ്വത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ വിശ്വത്തിന് യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവിടെ നിൽക്കുന്നു. അങ്ങനെ രാത്രിയിൽ വിക്രം വന്നിട്ട് വേദയോട് ചോദിക്കുക, അല്ല ഇവിടെ ഭൂകമ്പമൊന്നും നടന്നില്ലേ? എന്താ ഉണ്ടായത്? വേദ പറയാം, എന്തുണ്ടാവാൻ, വിശ്വേട്ടന് ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ ഫുഡ് കഴിക്കുന്നു, പോയി കിടക്കുന്നു, ഉറങ്ങുന്നു. പിന്നെ ശ്രീജേട്ടത്തി കരഞ്ഞു, അത്രയേ ഉള്ളൂ. ശ്രീജേട്ടത്തിയുടെ കരച്ചിൽ മാത്രം മിച്ചം. ഇതൊന്നും കണ്ടിട്ട് വിശ്വേട്ടന് ഒരു കുലുക്കും ഇല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം പറയാണ്, എന്ത് മാറ്റം ഉണ്ടാവുന്നത്? ആരും ഇതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല. അപ്പോൾ വേദം പറയാം, അമ്മയും ശ്രീജേടത്തിയും കരഞ്ഞത് മാത്രം വെച്ച് ബാക്കി എല്ലാവരും കളിയാക്കി. ഇത് തന്നെ നടന്നത്. വിശ്വേട്ടന് യാതൊരു കുലുക്കും ഇല്ലെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിക്രം പറയാണ്, എന്ത് മാറ്റം ഉണ്ടാവാനാ? ശ്രീജേടത്തി രാവിലെ എഴുന്നേറ്റ് കോഫി കൊടുക്കും, പിന്നെ ഉച്ചയ്ക്ക് നടുക്കഷ്ണം നോക്കി തന്നെ മീൻ വറുത്തതും, അങ്ങനെ 3 നേരം ആഹാരം കൊടുത്ത് ശ്രീജേടത്തി നാളെ ഒരു കൂസലും ഇല്ലാതെ ഇവിടെ നടക്കുന്ന നിനക്ക് കാണാം. ഇതിവിടെ പതിവായി പോയി, അത് ശീലമായി കാണും. അതുകൊണ്ടാ ഇവരാരും മൈൻഡ് ചെയ്യാത്തതെന്ന് പറയുമ്പോൾ പെട്ടെന്ന് വേദ പറയുകയാണ്, ശ്രീജേടത്തിയുടെ കാര്യം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? സ്നേഹം കൊണ്ട് ചെയ്യുന്നതാണോ? അവർക്ക് വേറെ എങ്ങും പോകാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരിതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ വിക്രം പറയാം, അതിന് ശ്രീജേടത്തിയുടെ ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ ആരും പറയുന്നില്ലല്ലോ, വിശ്വേട്ടനെ മൈൻഡ് ചെയ്തിരുന്നാൽ പോരെ. അപ്പോൾ വേദ പറയുകയാണ്, അത് അവരുടെ നിവർത്തികേട് കൊണ്ടാണ്. എവിടെയെങ്കിലും പോവാതെ ഈ വീട്ടിൽ തന്നെ കഴിയണ്ടേ? അതുകൊണ്ട് ഈ വീട്ടിലെ ജോലിയെല്ലാം ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പിന്നെ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് എന്ത് കാര്യമുള്ളത്? ഈ വീട്ടിൽ കഴിയേണ്ടവളല്ലേ ശ്രീജേടത്തി. പിന്നെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ. നിങ്ങളും വിശ്വേട്ടനെ പോലെ തന്നെയല്ലേ ജോലി ചെയ്യും. വിശ്വേട്ടൻ വെറുതെ ഇരിക്കുന്നു, നിങ്ങൾ ആ വർക്ക്ഷോപ്പിൽ ചെന്ന് വെറുതെ ഇരിക്കുന്നു. ഇത് തന്നെയല്ലേ നടക്കുന്നത്. അപ്പോൾ വിക്രം പറയുകയാണ്, എനിക്കാണെങ്കിൽ ജോലി ചെയ്ത് ഈ വീട്ടിലേക്ക് കൊടുക്കാനും ഈ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അറിയാം. പക്ഷേ അച്ഛനത് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ വേദ പറയുകയാണ്, അച്ഛൻ വേണ്ടാന്നല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവരുന്ന കാശ് മതി എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് വിക്രം പറയാം, ഞാൻ ഒരു ദിവസം ജോലി ചെയ്ത് ആ കാശ് കൊണ്ട് അച്ഛന് ഷർട്ട് വാങ്ങി കൊടുത്തില്ലേ, അച്ഛൻ അത് ഒരു ദിവസം ഇട്ടില്ലേ. അപ്പോൾ വേദ പറയാം, അതിന് അച്ഛൻ മറുപടിയും പറഞ്ഞിട്ടുണ്ട്, വർഷത്തിലൊരിക്കൽ ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടി ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം മാത്രം ജോലി ചെയ്യുന്ന മകനെ ആ മനുഷ്യന് ആവശ്യമില്ലെന്ന്.
ഇത് കേട്ടിട്ട് വിക്രം ഒന്നും മിണ്ടാൻ നിൽക്കുന്നു. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. താങ്ക്